ഹായ് എവരിവൺ. 10ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ 7ാമത്തെ ചാപ്റ്റർ ലേണിംഗ് സയൻസ് ത്രൂ കമ്പ്യൂട്ടേഴ്സ്. ഈ ചാപ്റ്ററിൽ നമുക്ക് 3 സോഫ്റ്റ്വെയർ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് സ്റ്റെല്ലേറിയം, മറ്റൊന്ന് ക്വാണ്ടം GIS, മറ്റൊന്ന് ജിയോജിബ്ര. ഇതിൽ സ്റ്റെല്ലേറിയം എന്താണ് എന്ന് നോക്കാം. നമുക്ക് ഷോ ആപ്ലിക്കേഷൻസിൽ പോയി സ്റ്റെല്ലേറിയം സെർച്ച് ചെയ്യാം. സ്റ്റെല്ലേറിയം എന്നത് നമുക്ക് പ്ലാനറ്റോറിയം വ്യൂ ചെയ്യാനുള്ള അല്ലെങ്കിൽ സിമുലേറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ നമുക്ക് ആകാശത്തെക്കുറിച്ച് പഠിക്കാനും മറ്റും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സ്റ്റെല്ലേറിയം വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിലുള്ള ടൂൾസ് നമുക്ക് ഈ സൈഡിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ താഴെ മൗസ് കേഴ്സർ മൂവ് ചെയ്ത് അവിടെ എത്തിക്കുന്ന സമയത്ത് നമുക്ക് ടൂൾസിനെ കാണാവുന്നതാണ്. ഇതിൽ നമ്മുടെ ആക്ടിവിറ്റി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലൊക്കേഷൻ വിൻഡോ ടൂൾ, F6 എന്നും പറയാം. ഇതാണ് ലൊക്കേഷൻ വിൻഡോ ടൂൾ. ലൊക്കേഷൻ വിൻഡോ ടൂളിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു സെർച്ചിനുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അതിൽ നമ്മുടെ സ്ഥലം നമുക്ക് സെർച്ച് ചെയ്യാം. മലപ്പുറം ഇന്ത്യ എന്നതാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് എങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ ലിസ്റ്റിലുള്ള ഒരു പ്ലേസ് നമുക്ക് കാണാവുന്നതാണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ ഇവിടെ സെറ്റായിട്ട് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂണിൽ നിന്നും ഒബ്സർവ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ഒരു വ്യൂ കിട്ടണം. അതായത് ലൂണാർ സർഫസിൽ നിന്നുള്ള ഒരു വ്യൂ എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ട ടൂളാണ് സ്കൈ ആൻഡ് വ്യൂവിംഗ് ഓപ്ഷൻസ് വിൻഡോ ടൂൾ. F4 കീബോർഡിലെ F4 കീ പ്രസ് ചെയ്താലും മതി. ഇതിൽ ലാൻഡ്സ്കേപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതാണ്. അതിൽ മൂൺ എന്ന് സെലക്ട് ചെയ്യാം. ഈ വിൻഡോ ക്ലോസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ കിട്ടുന്നതാണ്. ഇതാണ് ഒരു ലൂണാർ സർഫസിൽ നിന്നും ഉള്ള ഒബ്സർവേഷൻ വ്യൂ. ഇനി നമുക്ക് സണ്ണിനെ സെർച്ച് ചെയ്യാം. ഓരോ ഒബ്ജക്റ്റിനെയും സ്കൈയിലുള്ള ഏത് ഒരു ഒബ്ജക്റ്റിനെയും നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് സെർച്ച് വിൻഡോ ടൂൾ, F3. സെർച്ച് വിൻഡോ ടൂൾ യൂസ് ചെയ്ത് മൂണ്, സണ്ണ് അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റലേഷൻസ് എല്ലാം നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മളോട് സണ്ണ് സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൺ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് സണ്ണിനെ കാണാവുന്നതാണ്. ഇനി നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 14 ടേബിൾ 7.2 നമ്മോട് ഫിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഫിൽ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇത്രയും ചെയ്തത്. അതിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് സണ്ണിന്റെ ഡയറക്ഷൻ, ഓരോ ഡേറ്റില് ടൈമിലും സണ്ണിന്റെ ഡയറക്ഷൻ എവിടെയാണ് വരുന്നത് എന്ന് കണ്ടെത്താനാണ്. ഇപ്പൊ സണ്ണിന്റെ ഡയറക്ഷൻ സൗത്ത് വെസ്റ്റ് ആണ്, SW ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇത് നമുക്ക് ഇവിടെ വ്യൂ അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. കാർഡിനൽ പോയിന്റ്സ് അത് ഓൺ ആക്കിയാൽ നമുക്ക് ഇവിടെ കാണിക്കുന്നതാണ്. സൗത്ത്, സൗത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് എന്ന രൂപത്തിലുള്ള പൊസിഷൻ നമുക്ക് കാണാം. ഇനി ഡേറ്റും ടൈമും സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡേ ടൂൾ ബോക്സിൽ ഇവിടെ ഡേറ്റ് ഓർ ടൈം വിൻഡോ കാണാം, F5 ടൂൾ. അത് സെലക്ട് ചെയ്താൽ നമുക്കിവിടെ നമ്മുടെ ഡേറ്റും ടൈമും മാറ്റി കൊടുക്കാൻ കഴിയും. ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് രൂപത്തിൽ നമുക്ക് ഇവിടെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. എന്നാക്കുമ്പോൾ നമ്മുടെ സണ്ണിന്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് നമ്മൾ എഴുതി കൊടുക്കുക. ദെൻ ഈ സമയം നമ്മൾ 4 എന്നാക്കുമ്പോൾ അടുത്തത് ചില സമയത്ത് നമുക്ക് സണ്ണിനെ കാണാൻ കഴിയില്ല. ആ സൺ വ്യൂ കാണിക്കണം എന്നില്ല. ഏത് ടൈമിലാണോ നമുക്ക് കാണാൻ കഴിയുന്നത് 7 എന്നാവുമ്പോൾ
സൺ ഇവിടെയാണ് കിടക്കുന്നത്, അതിൻ്റെ പൊസിഷൻ സൗത്ത് ഈസ്റ്റ് ആണ്. ആ രൂപത്തിൽ നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്കിവിടെ താഴെ ഓപ്ഷൻ ഉണ്ട്, ഡിക്രീസ് ടൈം സ്പീഡ് കഴിഞ്ഞിട്ട് സെറ്റ് നോർമൽ ടൈം റേറ്റ്. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും ഈ ഒരു ആക്ടിവിറ്റിയാണ് മെയിൻ ആയിട്ട് നമുക്ക് സ്റ്റെല്ലേറിയം എന്ന സോഫ്റ്റ്വെയറിൽ ചെയ്യാനുള്ളത്. ഇനി സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിലെ ആക്ടിവിറ്റീസ് നമ്മൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഭാഗമെടുത്ത് കീബോർഡിലെ PRTSCR അതായത് പ്രിന്റ് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള കീയിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സ്ക്രീൻഷോട്ടിനുള്ള ഒരു ഓപ്ഷൻ വരും, അതിൽ ഓക്കെ ക്യാപ്ചർ കൊടുക്കാം. ഇനി സ്റ്റെല്ലേറിയം വിൻഡോ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ഏറ്റവും ലാസ്റ്റിൽ നമുക്ക് ഒരു ക്വിറ്റ് എന്നുള്ള ടൂൾ ഉണ്ടായിരിക്കും, അതിൽ ക്വിറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്വിറ്റ് ആവുന്നതാണ്. ഇനി ഹോമിൽ പിക്ചേഴ്സിൽ നമ്മുടെ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടാവും, സ്ക്രീൻഷോട്ട്സ് എന്ന ഒരു ഫോൾഡറിനകത്തായിട്ട് വന്നിട്ടുണ്ടാവും. അതിനെ നമുക്ക് റീനെയിം ചെയ്യാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പേര് നൽകാം. അത് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോൾഡർ ഉണ്ടെങ്കിൽ ആ ഫോൾഡറിലേക്ക് അതിനെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിലാണ് നമ്മുടെ സൺ ക്ലോക്കിലെ കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.